ദിവ്യകാരുണ്യമായി യൽഥാരയിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കെല്ലാം ഈശോയെ വിളിക്കാം. സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കെല്ലാം ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന കർത്താവാണ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത്. ഇതാ ആ കർത്താവ് അൽത്താരയിലേക്ക് ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരുന്ന സമയം വലിയ സ്നേഹത്തോടെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനം ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. മക്കളെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. മനസ്സിന്റെ വേദനകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിന്റെ ദുഃഖഭാരങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കൈക്കൊള്ളണമേ. ഈശോയെ, ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആയിരം ആരാധന. ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്. മക്കളെ, നമ്മൾ ഒന്ന് കൈ നീട്ടിയാൽ കയ്യെത്തും ദൂരത്ത് ഇപ്പോൾ ഈശോയില്ലേ. നമ്മളൊന്ന് ഉറക്കെ കരഞ്ഞാൽ നിന്റെ വേദനകളും നിന്റെ കരച്ചിലും നിന്റെ കണ്ണുനീരും കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ നിന്റെ കർത്താവില്ലേ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞവൻ താരയിലില്ലേ.
ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞവൻ ഈ അൾത്താരയിലില്ലേ? മോളെ, മോനെ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, എക്കാലവും നിന്റെ കൂടെയുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇതാ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയം. ആ കർത്താവിനെ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം. ഏകസ്വരത്തിൽ ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും എല്ലാം മറന്നുകൊണ്ട് തമ്പുരാനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ, എഴുന്നേറ്റ് നിന്നോ, മുട്ടുമേൽ നിന്നോ ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കും. ഈശോ പറഞ്ഞത് എങ്ങനെയല്ലേ? മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തുവെന്ന്. മർത്താ, നീ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ആകുലചിത്തയാണ്, പക്ഷെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അതേതാ നല്ല ഭാഗം? അത് കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഈ സമയമാണ് നല്ല ഭാഗം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ ദിവസത്തിന്റെ 24 മണിക്കൂർ എടുത്ത് നോക്കിയാൽ ഈ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന സമയമല്ലേ നമ്മുടെ ഈ ദിവസത്തിന്റെ ഏറ്റവും നല്ല സമയം. ഇത് നല്ല ഭാഗമാണ്. കാരണം നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ചാരയാണ്. ശരിക്കും ഈ നിമിഷങ്ങളിൽ നമ്മളൊന്നും പറയണമെന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകളും മനസ്സിന്റെ സങ്കടങ്ങളും എല്ലാം അറിയുന്നവൻ ഇതാ നിന്റെ ചാരയുണ്ട്. നിന്റെ അധരത്തിൽ നിന്നും ഒരു വാക്ക് ഉതിർന്നു വീഴുന്നതിന് മുമ്പേ അതറിയുന്ന ഒരു ദൈവമുണ്ടെന്നല്ലേ വചനം പറയുന്നത്. അതാ ആ കർത്താവാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നീ ഒന്നും ഉറക്കെ പറയണമെന്നില്ല. നിന്റെ ഉള്ളു പിടയുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ചങ്ക് വേദനിക്കുന്നത്, ഉള്ളം നൊമ്പരപ്പെടുന്നത് അറിയുന്ന ഒരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. കർത്താവിന്റെ ചാരെ ഇരുന്നു കൊടുത്താൽ മതി. കർത്താവ് പറയുന്നതൊന്ന് കേട്ടാൽ മതി. കർത്താവ് നിന്നോട് പങ്കുവെക്കുന്ന കാര്യങ്ങള് സന്തോഷത്തോടെ സ്വീകരിച്ചാൽ മതി. ഈശോയെ, നിന്റെ ചാരയിരിക്കാൻ ഞങ്ങൾക്ക് തന്ന നിമിഷങ്ങളെ ഓർത്ത് തമ്പുരാനെ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ യോഗ്യതയല്ലല്ലോ. എത്രയോ മക്കൾ ആഗ്രഹിച്ചിട്ടും തമ്പുരാനെ നിന്റെ കൂടെ ഇരിക്കാൻ പറ്റാതെ പോകുന്ന മക്കളുണ്ട്. എത്രയോ പേരും എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതെ കിടപ്പ് രോഗികളായി തീർന്ന എത്രയോ മക്കളുണ്ട്. തളർന്നു കിടക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. കർത്താവ്, നിന്റെ മുമ്പിൽ മുട്ടുകുത്താനും കരമുയർത്താനും നിന്നെ ആരാധിക്കാനും ഒക്കെ നീ ഞങ്ങളെ ഈ നിമിഷങ്ങളിൽ അനുവദിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ സ്നേഹം മക്കളെ ഇതാ നമ്മുടെ ചാരെ നിൽക്കുന്ന സമയമാണ്. എന്തു വേണേലും ചോദിച്ചോ, എന്തു വേണേലും ആഗ്രഹിച്ചോ. നീ ചോദിക്കുന്നതിലും ഉപരി നൽകാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ടല്ലോ. നീ യാചിക്കുന്നതിലും ഉപരി തരാൻ നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിവുള്ളവൻ ഇതാ നിന്റെ ചാരയുള്ള സമയമല്ലേ. മോളെ ചോദിക്ക്, മോനെ ചോദിക്ക്. ഈശോട് പറ. ഒരു കൊച്ചു കുഞ്ഞു പറയുന്നത് പോലെ പറ, ഈശോ എനിക്കിത് വേണം. പെരുന്നാളിനൊക്കെ അപ്പന്റെ കയ്യിൽ പിടിച്ചൊരു കുഞ്ഞു പോകുമ്പോ കാണുന്ന കടകളിലേക്കെല്ലാം നോക്കിയിട്ട് കുഞ്ഞു പറയും, അപ്പാ എനിക്കിത് വേണം, അപ്പാ അമ്മേ എനിക്കത് വേണമെന്ന് എന്ന് പറയുന്നത് പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പറഞ്ഞ്, ഈശോയെ ഇന്നിന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണം, ഇന്നിന്ന പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട്, ഇന്നിന്ന പ്രതിസന്ധികൾ എൻ്റെ മക്കൾ അനുഭവിക്കുന്നുണ്ട്, ഇന്നിന്ന പ്രതികൂലങ്ങളുടെ നടുവിലാണ് എൻ്റെ കുടുംബം, എൻ്റെ ദാമ്പത്യം. ഈശോയെ നീ ഇടപെടണം. കർത്താവേ നീ തൊടണം. കർത്താവേ നീ അനുഗ്രഹിക്കണം. ഈശോയെ, ഈശോയെ നീ ഞങ്ങളെ ഒന്ന് സ്പർശിക്കാൻ പറ. കുടുംബത്തെ ഒന്ന് തൊടാൻ പറ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഒന്ന് സ്പർശിക്കാൻ പറ. കർത്താവേ, കടക്കണിയുടെ നടുവിലാണ് ജീവിതം. ഇതൊക്കെ അങ്ങനെ വീട്ടുന്ന് പോലും അറിയത്തില്ല. തമ്പുരാനെ നീ ഒന്ന് തൊടാൻ പറ. ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾ കുടുംബത്തിലുണ്ട്. ഈശോയെ അവരൊന്ന് അനുഗ്രഹിക്കാൻ പറ. പഠന മേഖലയിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന മക്കളുണ്ട്. ഈശോയെ അവരെ ഒന്ന് വിജയിപ്പിക്കാൻ പറ. എന്തെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം പറഞ്ഞോ, ഈശോയോട് പറഞ്ഞോ. ഈശോയെ ഇതാ നിന്നെ കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന ഒരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നിന്റെ കണ്ണുനീരൊപ്പാൻ ഈ അൾത്താരയിൽ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈശോയെ കരുണ കാണിക്കണമേ. കർത്താവ് ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഈശോയെ നിന്റെ മുമ്പിൽ യാചനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓരോ മകനെയും മകളെയും
ഈ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ സാന്നിധ്യം ഇത് അനുഗ്രഹിക്കുന്ന സാന്നിധ്യമാണല്ലോ. ഈശോയെ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യമാണല്ലോ. ഈശോയെ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ വീണ്ടെടുക്കുന്ന സാന്നിധ്യമാണല്ലോ. ഈശോയെ, ഈ സാന്നിധ്യമാണല്ലോ ഞങ്ങൾക്ക് നിത്യരക്ഷ നേടിത്തന്ന സാന്നിധ്യം. ഈശോയെ, നിന്റെ ഈ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായിട്ട് കർത്താവെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. മക്കളെ, എല്ലാവരും പ്രാർത്ഥിക്ക്. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്ക്. ഈശോയോട് പറഞ്ഞു പ്രാർത്ഥിക്ക്. നിന്റെ വേദനകൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്ക്. നിന്റെ സങ്കടങ്ങൾ ഈ ദിവസക്കാലം നിന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിന്നെ അമിതമായി ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഈശോയിലേക്ക് കൊടുത്തിട്ട് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഏതാനും നിമിഷം എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചത് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. ഈശോയെ, നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഗാനത്തോട് ചേർന്ന് ഹൃദയം കൊണ്ടൊന്ന് പറയാവോ? തമ്പുരാൻ, എനിക്ക് നിന്റെ സാന്നിധ്യം മതി. മർത്താവ് വിളിച്ചു പറഞ്ഞില്ലേ, ഈശോയെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നലകളിൽ ബോധപൂർവവും അറിഞ്ഞും അറിയാതെയൊക്കെ ഞങ്ങൾ തള്ളിക്കളഞ്ഞ നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഈശോയെ, നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലകളുടെ പല വേദനകളിലും സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും തകർച്ചകളിലൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവേ, ഇടറിപ്പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഇന്നലകളുടെ അനുഭവങ്ങളിൽ ഞങ്ങൾ വീഴാതെ നിന്നാൻ കർത്താവേ നീ ഞങ്ങളെ അനുവദിച്ചത്. ഈശോയെ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവശക്തി കൊണ്ട് ഞങ്ങളെ ഇപ്പോൾ നിറയ്ക്കണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവേ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നീ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം
സത്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. യേശുവേ നിൻ സാന്നിധ്യം മതി, യേശുവേ നിൻ സാന്നിധ്യം മതി, യേശുവേ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. കരങ്ങൾ കൂപ്പി പിടിച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവുമായിട്ട് നിന്റെ സ്നേഹം പങ്കുവെച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഇതാ മക്കളെ നമ്മളെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വചനങ്ങൾ എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് പറയുന്ന വാക്കുകളാണ്. ഇതാ ഈ നിമിഷങ്ങളിൽ വേദനിച്ച് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം, പല ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം, സഹനത്തിന്റെ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം, രോഗം മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം, പലവിധ ദുരിതങ്ങൾ നിരന്തരം ജീവിതത്തെ കുടുംബത്തെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം. കർത്താവ് പറയുന്നു, ഒന്ന് കേൾക്കാവോ? പ്രഭാഷകൻ 2:2 മുതലുള്ള വചനങ്ങൾ. നിന്റെ ഹൃദയം എൻ്റെ മകനെ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ, ആപത്തിൽ അടിപതറരുത്. ഒരാപത്ത് വരുമ്പോ നിന്റെ ധൈര്യം, നിന്റെ മനസ്സിന്റെ ബലം തളർന്നു പോകരുത്. പറയാണ്, അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ആപത്ത് വരുമ്പോ എന്ത് ചെയ്യണമെന്നാ കർത്താവ് പറഞ്ഞത്? എന്നാ ചെയ്യണ്ടേ? നീ കർത്താവിനോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു തകർച്ച, ഒരു തടസ്സം ജീവിതത്തിൽ വരുമ്പോ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസവും കളഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് പറഞ്ഞെന്നാ? ആപത്തിൽ അടിപതറാതെ നീ കർത്താവിനോട് ചേർന്നിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കാനാ പറയുന്നത്. അപ്പോ നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ്, വരുന്ന ദുരിതങ്ങളെല്ലാം, മോനെ ഈ ദിവസക്കാലം കർത്താവ് നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ ദുരിതങ്ങളും, എല്ലാ വേദനകളും, എല്ലാ സങ്കടങ്ങളും നീ സ്വീകരിക്കാനാ പറയാം. എന്നിട്ട് പറയാണ്, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ഈ അനുഭവങ്ങളിൽ ഒന്നും നിന്റെ ശാന്തത വെടിയരുത്. വൈകാരികമായി അനുഭവങ്ങളോട് നീ പ്രതികരിക്കരുതെന്ന്. നിരാശപ്പെടുകയോ ആകുലപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ പരാതി പറയുകയോ പിറുപിറുക്കുകയോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് പറയാണ്, നിന്റെ ശാന്തത നീ വെടിയരുത്. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ, ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോ നിന്റെ ശാന്തത നീ കൈവെടിയരുത്. എന്തെന്നാൽ, കാരണം പറയാണ്, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സ്വർണം അഗ്നിയിലാണ് ശുദ്ധി ചെയ്യപ്പെടുന്നത്. സ്വർണത്തിന്റെ കറ കളഞ്ഞെടുക്കുന്നത്, സ്വർണത്തിന്റെ മാലിന്യം കളഞ്ഞെടുക്കുന്നത് അഗ്നിയിലാണ്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. അങ്ങനെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും, സഹനത്തിന്റെ ചൂളയിൽ കർത്താവ് തനിക്ക് സ്വീകാര്യരായ മനുഷ്യരെ ശുദ്ധി ചെയ്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. മക്കളെ, സഹനത്തിന്റെ തീച്ചൂള അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കർത്താവ് എന്നെയും നിങ്ങളെയും ശുദ്ധി ചെയ്യുന്ന സമയമാണ്. എന്തിനാ? കർത്താവിന്റെ ദിനത്തിന് വേണ്ടി. ഈ ലോകത്തോടൊപ്പം നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി,
ഇതാ കർത്താവ് നമ്മളെ സഹനത്തിന്റെ തീച്ചൂളയിൽ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവേ, ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ഇന്നോളം ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് പലരും അറിഞ്ഞിട്ടില്ല. തീരാ ദുഃഖങ്ങളുടെ, തകർച്ചകളുടെ, വേദനകളുടെ നടുവിലൊക്കെ ആയിരിക്കുന്ന മക്കളുണ്ട്. ഒരു പ്രശ്നം തീരുമ്പോ ഇതാ മറ്റൊന്ന് ജീവിതത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന അവസ്ഥകൾ. ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങൾ. സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും, മക്കളിൽ നിന്ന് പോലും, ജീവിത പങ്കാളിയിൽ നിന്ന് പോലും, മാതാപിതാക്കളിൽ നിന്ന് പോലും മുറിപ്പെടുത്തുന്ന തിക്താനുഭവങ്ങൾ സ്വീകരിക്കേണ്ടി വന്ന ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലായിടങ്ങളിൽ നിന്നും നിരന്തരം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ, കർത്താവേ, തനിക്ക് സ്വീകാര്യരായ മനുഷ്യരെ സഹനത്തിന്റെ തീച്ചൂളയിലാണല്ലോ അങ്ങ് ശുദ്ധി ചെയ്യുന്നത്. കർത്താവേ, നീ ഞങ്ങളെ ശുദ്ധി ചെയ്യുന്ന അനുഭവത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സഹനത്തിലും നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ ആത്മാവിന്റെ ഉള്ളറകളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്കറിയില്ല കർത്താവേ, ഈ നിമിഷങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കർത്താവേ. പലപ്പോഴും സഹനങ്ങളിൽ പരാതി പറഞ്ഞിട്ടുണ്ട് കർത്താവേ, വേദനകളിൽ, ഞെരുക്കങ്ങളിൽ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് കർത്താവേ. നിന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കർത്താവേ, പ്രാർത്ഥനയിൽ നകന്നിട്ടുണ്ട്. ഈശോയെ, നീ പറഞ്ഞല്ലോ സഹനങ്ങൾ വരുമ്പോ നീ എന്നോട് വിട്ടകലാതെ ചേർന്നിരിക്കാൻ. ഈ ദുർദിനങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരുമ്പോ കർത്താവേ, നീ പറഞ്ഞില്ലേ ശാന്തത വെടിയരുതെന്ന്. എന്തെന്നാൽ സ്വർണ്ണഭഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുന്ന കാര്യം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് ഈ അനുഭവത്തിലും നിന്നെ സഹായിക്കും. ഇത് തീർച്ചയാണ്, തീർച്ചയാണ്. അപ്പൊ ഈ സഹനത്തിൽ നീ ഒറ്റയ്ക്കല്ലെന്ന് അർത്ഥം. ഈ വേദനയിൽ മോളെ നീ ഒറ്റയ്ക്കല്ല. ഈ കടന്നു പോകുന്ന ജീവിതത്തിന്റെ തിക്താനുഭവം ഉണ്ടല്ലോ, ആരും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത, ആരോടും പറഞ്ഞിട്ടും വലിയ കാര്യമില്ലാത്ത നിന്റെ സ്വകാര്യതയിൽ നീ കടന്നു പോകുന്ന ഈ ജീവിതത്തിന്റെ വേദനയുണ്ടല്ലോ, ഈ അനുഭവത്തിൽ നീ കർത്താവിൽ ആശ്രയിക്കാൻ വചനം പറയുന്നു. അവിടത്തോട് വിട്ടകലാതെ നിൽക്കാനാ വചനം പറയുന്നത്. കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും, കർത്താവ് നിന്നെ സഹായിക്കും. ഇത് കർത്താവ് നിന്നെ സഹായിക്കുന്ന നിമിഷങ്ങളാണ്. നിന്റെ സഹനങ്ങളെ, നിന്റെ വേദനകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുക, ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിക്കുക. നിങ്ങളായിരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് ഒരിക്കൽ കൂടി കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തെ കാണാം. ഇതാ മോളെ, മോനെ, കർത്താവ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. ഈശോയോട് പറ, ഈശോയെ, നീ എനിക്ക് വേണ്ടി കാൽവരിയോളം സഹിച്ചവനാണല്ലോ. ഈശോയെ, ആ സഹനത്തിൽ എന്നെ പങ്കുകാരാക്കുന്നതിന്, ഈശോയെ, എന്നെയും നിന്റെ സഹനത്തിന്റെ പങ്കുകാരനാക്കുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, ഈ അനുഭവത്തിൽ നിന്നെ വിട്ടകലാതെ ചേർന്നിരിക്കാൻ എനിക്ക് ശക്തി തരണമേ. ഈ അനുഭവത്തിൽ നിന്നിൽ ആശ്രയിക്കാനുള്ള ബലം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, കണ്ണുനീരോടുകൂടിയായി ഈ മക്കൾ നിന്റെ മുമ്പിലായിരിക്കുന്നത്. കർത്താവേ, ഹൃദയമിക്കുന്ന അനുഭവത്തിലൂടെയാണ് നിന്നെ ഈ മക്കൾ വിളിക്കുന്നത്. ഈശോയെ, കരുണ കാണിക്കണമേ. കർത്താവേ, കൈവയ്ക്കണമേ, വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്കാം, നൊമ്പരങ്ങളെല്ലാം ഞാൻ അകറ്റാം. എന്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്കാം, നൊമ്പരങ്ങളെന്നും ഞാൻ അകറ്റാം. മുറിവുകളേറും മാനസത്തിൽ അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. മുറിവുകളേറും മാനസത്തിൽ അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല, മയങ്ങുകില്ല,
മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ ഇതാ മക്കളെ നമ്മെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ്. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഈശോയുടെ അടുത്ത് പറ, ഏത് വിഷയത്തിലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം നീ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തെ കർത്താവിന് കൊടുക്ക്. നിന്റെ ഏത് സങ്കടത്തിൻ്റെ മേലാണ്, ഏത് സഹനത്തിൻ്റെ മേലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം വരേണ്ടത്? സഹനം മാറാൻ വേണ്ടിയല്ല, ഈ സഹനങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരും. ഈശോയെ, എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമ്പോൾ ശക്തിയായിട്ടും ബലമായിട്ടും വിശുദ്ധീകരണമായിട്ടും കൃപയായിട്ടൊക്കെ കർത്താവ് ഈ നിമിഷങ്ങളിൽ നിൻ്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ദിവ്യകാരുണ്യ ഈശോയെ കണ്ണു തുറന്ന് കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ആരാധന, ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.